നോമ്പുതുറ ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രധാനപ്പെട്ട സമയമാണ്. അത് വിശുദ്ധ റമളാനിലെ പകൽ സമയം മുഴുവൻ നോമ്പ് നോറ്റ് സൂര്യൻ പൂർണ്ണമായി അസ്തമിക്കുന്ന സമയത്തിലാണ് മനുഷ്യന്മാർ നോമ്പ് തുറന്നിരുന്നത്. വർഷങ്ങളോളമായി മലപ്പുറം ജില്ലയിലെ വാഴക്കാട് ഈ പള്ളിയുടെ പരിസരത്ത് കദീന പൊട്ടിക്കൽ എന്നുള്ള ഒരു കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ പഴക്കമുണ്ട് ഇതിന്. ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിൽ റേഡിയോ, അതുപോലെ തന്നെ ക്ലോക്ക്, അതുപോലെ തന്നെ വാച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ ഉച്ചഭാഷണികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. ആ കാലഘട്ടങ്ങളിൽ ഈ വാഴക്കാടിന്റെ പരിസര ഭാഗത്തുള്ള ആളുകൾ ചീക്കോട്, മുണ്ടുമൊഴി, മാവൂര്, കൽപ്പള്ളി, പൊന്നാട്, ഓമാനൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു വെടിയെ പ്രതീക്ഷിച്ചിരുന്നു. ആ കാലഘട്ടത്തെ നടന്നു വന്നിരുന്ന ഒരു വലിയ ഒരു സംഗതിയാണ് ഈ വെടിപൊട്ടിക്കൽ കർമ്മം എന്നുള്ളത്. ഇവിടെ ഒരു വലിയ മഹാൻ ജീവിച്ചിരുന്നു, മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഈ ചര്യ തുടരുകയും ഇന്നും ഇത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടങ്ങളിൽ ഇത് ഉച്ചഭാഷണമൊന്നും ഇല്ലാത്ത സമയത്തിൽ വെടി പ്രതീക്ഷിച്ച ആളുകൾ അതിന്നും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പലപ്പോഴും ഈ വെടിയെ സംബന്ധിച്ച് ഇവിടുത്തെ നാട്ടുകാരോടും അയൽ നാട്ടുകാരോടൊക്കെ പറയുന്ന സമയത്തിൽ അവരൊക്കെ പറയാറുള്ളത്, എവിടെ നിന്ന് ബാങ്ക് കേട്ടാൽ, ഇപ്പോഴത്തെ ബാങ്കിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പല രീതിയിലും പല സമയങ്ങളിലും, അതായത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ 2 മിനിറ്റ് മുമ്പ് ബാങ്ക് കൊടുക്കുക, അതായത് ചിലത് 2 മിനിറ്റ്, ചിലത് 1 മിനിറ്റ്, ചിലത് അര മിനിറ്റ്, ചിലത് 1 മിനിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിഫറൻസുകൾ വരാറുണ്ട്. എന്നാൽ ഈ പരിസര ഭാഗത്തുള്ള ആളുകൾ അവരൊന്നും ആ നാടുകളിലുള്ള പള്ളിയിലെ ബാങ്കിനെ പ്രതീക്ഷിക്കുന്ന അപ്പുറം വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിൽ നിന്ന് ഈ പൊട്ടുന്ന വെടിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരൊക്കെ നോമ്പ് തുറക്കാറുള്ളത് ഇപ്പോഴും. ഈസിയായി നേടൂ വള്ളുവനാട് ഈസി. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.